സമയം 6 മണി ആയോ നീൽ? ഇല്ല, ഇപ്പൊ 5:30 ആയുള്ളൂ. എങ്ങനെയാ സമയം നോക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ നീൽ? നിനക്കും പഠിക്കാൻ പറ്റും. കോക്കോ ടിവി കിഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. പുതിയ ഗ്രാമത്തിൽ ശംഖുമുക്ക് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. ശംഖുമുക്ക് തന്റെ ജീവിതം മുഴുവൻ ജോലി ചെയ്ത് തനിക്കായിട്ടൊരു വീടും പിന്നെ കുറച്ച് സ്ഥലവും വാങ്ങിച്ചിരുന്നു. ശംഖുമുക്ക് തന്റെ വസ്തുവിലെ പാതി സ്ഥലത്ത് പനമരം നട്ടു വളർത്തി. ബാക്കിയുണ്ടായിരുന്ന വസ്തുവിൽ അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. അച്ഛാ, ഈ പനമരമൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? എങ്ങനെ ഉണ്ടാവും? എന്തിന്? ഈ മരമൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തി നിനക്ക് അറിയാമോ? പക്ഷേ എന്ത് പ്രയോജനമാണ്? കൊല്ലത്തില് 2 മാസം മാത്രമാണ് അത് പഴം തരുന്നത്. ബാക്കിയുള്ള മാസത്തിലൊക്കെ നമ്മളെ സ്ഥലമാണ് നാശമാക്കുന്നത്. എടാ മണ്ട, എനിക്കും നിന്റെ അമ്മയ്ക്കും ഈ പനമരങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും നിന്റെ അമ്മയും ഈ സ്ഥലത്ത് ഇവിടെ പനമരം വെച്ചത്. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ മരത്തിൽ തന്നെ കായ് തന്നെ കായ്ക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നീ ഇവിടെ വന്നിട്ട് ഈ മരങ്ങളൊക്കെ വെട്ടണമെന്ന് പറയുന്നു. ഈ മരം ഇവിടെ തന്നെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും അച്ഛാ. സുമിത്തിന് ആ പനമരങ്ങൾ കാരണം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ അമിത് എന്തു കരുതിയെന്നാൽ ഈ മരങ്ങൾ ആവശ്യമില്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. വർഷങ്ങൾ കടന്നുപോയി. ആ മരങ്ങൾ അവിടെ തന്നെ നിന്നിരുന്നു. ശംഖുമുക്കും അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരും ചേർന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം ശംഖുമുക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമായി. അദ്ദേഹം തന്റെ 2 പുത്രന്മാരെയും വിളിച്ചു വരുത്തി. നിങ്ങൾ 2 പേരും ഇനി ഇവിടെ വഴക്കിടാൻ പാടില്ല. അതാണ് എന്റെ ആഗ്രഹം, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ സ്വത്തൊക്കെ ഭാഗമായിട്ട് പിരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് സമ്മതമല്ലേ? അച്ഛാ, ഇപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് ഒരു കാര്യമില്ല അച്ഛാ. നിങ്ങൾ വിഷമിക്കണ്ട. അച്ഛൻ പോയതിനു ശേഷം കൂടെ ഈ സ്ഥലത്തിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ അടികൂടില്ല. ചേട്ടൻ എനിക്ക് എന്ത് തന്നാലും എനിക്കത് സന്തോഷമാണ്. പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ചേട്ടൻ എന്നെ ദ്രോഹിക്കില്ല എന്ന്, എന്നെ പറ്റിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അച്ഛാ. എന്നാ ശരി, നിങ്ങൾ 2 പേരിങ്ങനെ ഒത്തൊരുമയായിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് മക്കളെ. പക്ഷേ ഈ കാലത്തുള്ള പിള്ളേരൊക്കെ എല്ലാ സ്വത്തുക്കളും തന്നെത്താനെ അനുഭവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? സന്തോഷമായിരിക്കൂ. നിങ്ങൾ 2 പേരും വളരെ സന്തോഷമായിരിക്കൂ. ശംഖുമുഖ് സ്വത്തുകളെ പിരിച്ചേ ഇല്ല. കാരണം അദ്ദേഹത്തിന് 2 പുത്രന്മാരോടും വലിയ വിശ്വാസമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശംഖുമുഖ് മരിച്ചുപോയി. അമിത്തും സുമിത്തും പിന്നെ അവരുടെ ഭാര്യമാരും ഒരുപാട് കരഞ്ഞു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ അനുജനോട് സ്വത്ത് പിരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചേ പറ്റൂ. ഞാൻ അത് തന്നെ ആലോചിക്കുന്നത്. സ്വത്ത് പിരിക്കുമ്പോൾ ആ പനമരമുള്ള സ്ഥലം നമ്മുടെ അടുത്ത് വന്നാൽ അത് വെട്ടിയിട്ട് നമുക്ക് അവിടെ കച്ചവടം ചെയ്യാന്നാ ആലോചിക്കുന്നത്. എന്റെ ദൈവമേ, ഇത് വളരെ നല്ല കാര്യമല്ലേ? നിങ്ങൾ ആ പനമരം മൊത്തം സുമിത്തിന്റെ പേരിൽ എഴുതി വെച്ചേക്കൂ. പിന്നെ എല്ലാ ജോലിയും അദ്ദേഹം നോക്കിക്കോളും. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ. സുമിത്, ഇപ്പൊ നമുക്ക് ആ സ്വത്ത് പിരിച്ചേ പറ്റുള്ളൂ. നമ്മളെ 2 പേരും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. ശരി ചേട്ടാ, ഈ വീട് നമുക്ക് ശരിപ്പാതിയായിട്ട് പങ്കുവെക്കാം. പിന്നെ വയലും. ശരി, ചേട്ടന് ഏത് ശരി തോന്നോ ചെയ്തോളൂ. അവർ വീടിനെ 2 ഭാഗമായി പിരിച്ചു. പിന്നീട് മധ്യത്തായി ഒരു വലിയ ചുവര് കെട്ടി. പിന്നീട് ഉണ്ടായിരുന്ന വസ്തുവും അവർ 2 ഭാഗമായി തുല്യമായി പിരിച്ചെടുത്തു. പക്ഷേ ഗാലിയായിരുന്ന മൊത്ത കൃഷിസ്ഥലവും അമിത് തന്റെ പേരിലേക്ക് എഴുതി. പിന്നെ ആ പനമരം നിറഞ്ഞിരുന്ന ആ മൊത്ത വസ്തുവും അദ്ദേഹം സുമിത്തിന്റെ പേരിലേക്ക് എഴുതി വെച്ചു. പക്ഷേ ഈ തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് സുമിത് ഒട്ടും തന്നെ വിഷമിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ അവന്റെ അച്ഛന് വാക്ക് നൽകിയിരുന്നു, അച്ഛന്റെ മരണശേഷവും ഈ മരങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ലാന്ന്. നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോട് സംസാരിച്ചേ പറ്റൂ. അവർ ചെയ്തത് വളരെ മോശമായി പോയി. നമുക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം പോലും ഇല്ലല്ലോ. ഇനി മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാ? എന്നെ കൊണ്ട് എന്റെ ഏട്ടന്റെ കൂടെ അടികൂടാൻ പറ്റില്ല. എന്റെ അച്ഛന് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പനമരമൊക്കെ മുറിച്ചു കളയൂ. എന്നെ കൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തിന്?
കാരണം ആ മരങ്ങളൊക്കെ വെച്ചത് എന്റെ അച്ഛനും അമ്മയാണ്. നിനക്ക് മനസ്സിലായോ? അത് അവർ രണ്ടുപേരുടെ ഓർമ്മയ്ക്കാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ കുടുംബം നടത്തുക? ഇപ്പോൾ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ആ പനമരക്കായൊക്കെ വിൽക്കാം. പക്ഷെ പനങ്ങ വർഷത്തിൽ 2 പ്രാവശ്യമല്ലേ വളരുള്ളൂ. ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ലത് നടക്കും. അടുത്ത ദിവസം സുമിത് തന്റെ വയലിലേക്ക് ചെന്നപ്പോൾ ആ പനങ്ങ മരം മുഴുവൻ പനങ്ങ കാച്ചു നിന്നു. ഓ, ഇതൊക്കെ പറിച്ചിട്ട് നമ്മൾ വിറ്റേ പറ്റുള്ളൂ. സുമിത് ആ പനങ്ങ പറിക്കാനായി മരത്തിലേക്ക് കയറി. അവൻ ഒന്നൊന്നായി എല്ലാ പനങ്ങകളും പറിച്ച് താഴേക്കിട്ടു. ഓ, ഈ പ്രാവശ്യം കുറെ പനങ്കായ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വിറ്റാൽ നമുക്ക് നല്ല പൈസ കിട്ടും തോന്നുന്നു. സുമിത് വ്യാപാരിക്ക് ഫോൺ ചെയ്തു. പിന്നെ കുറച്ചു സമയത്തിനകം തന്നെ വ്യാപാരി അവിടേക്ക് വന്നു. വാ വാ, ഈ പ്രാവശ്യം നിന്റെ പനങ്കായ തോട്ടത്തില് കുറെ പനങ്കായ വന്നിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ 10,000 രൂപ തരാം. ശരി. സുമിത്തിന് കാശ് നൽകിയിട്ട് പിന്നെ വ്യാപാരി ആ പനങ്ങയൊക്കെ കേറ്റിയിട്ട് അവിടെ നിന്നും പോയി. ഈ പ്രാവശ്യം നല്ല വരുമാനം വന്നിട്ടുണ്ട്. ഇതിനു ശേഷം എപ്പോഴാണ് പനങ്കായ വളരുമെന്ന് അറിയില്ലല്ലോ. സുമിത് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ആ കാശ് മൊത്തം തന്റെ ഭാര്യയുടെ കയ്യിൽ നൽകി. ഈ കാശ് വെച്ചിട്ട് നീ 2-3 മാസത്തിന് റേഷൻ സാധനം വാങ്ങി വെച്ചോ. ഇന്ന് എല്ലാ പനങ്കായും ഞാൻ പറിച്ച് വിറ്റ് കളഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാ വളരാൻ പോകുന്നത് എനിക്കറിയില്ല. ശരി ചേട്ടാ. അടുത്ത ദിവസം രാവിലെ സുമിത് വീണ്ടും തന്റെ തോട്ടത്തിലേക്ക് പോയപ്പോൾ അവന് അതിശയം തോന്നി. ഇന്നലെ രാവിലെയാണല്ലോ ഞാൻ എല്ലാ പനങ്കായും പറിച്ചത്. ഒരു രാത്രി കൊണ്ട് ഇത്രയും പനങ്കായൊക്കെ വീണ്ടും എങ്ങനെയാണ് വളർന്നത്? ഇത് എന്തൊരു അതിശയാണ്. പിന്നീട് സുമിത് മരത്തിൽ കയറി ആ പനങ്ങകളൊക്കെ പറിച്ച് താഴേക്കിട്ടു. അവൻ അങ്ങനെ തുടർന്ന് ഓരോ മരങ്ങളിലായി കയറി എല്ലാ മരത്തിൽ നിന്നും പറിച്ചിട്ടു. എന്റെ ദൈവമേ, നിങ്ങൾക്ക് കോടാനക്കോടി നന്ദിയുണ്ട്. പിന്നീട് സുമിത് തന്റെ വ്യാപാരിക്ക് ഫോൺ ചെയ്തു. വ്യാപാരി അവിടെ വന്ന് ആ പനങ്ങകളൊക്കെ നോക്കി അതിശയിച്ചു പോയി. അദ്ദേഹം സുമിത്തിന് കാശ് നൽകിയിട്ട് ആ പനങ്ങ മൊത്തം വാങ്ങിക്കൊണ്ടുപോയി. സുമിത് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. ശോഭ, ശോഭ, എന്തുപറ്റി? ഇതാ ഇന്നുണ്ടാക്കിയ കച്ചവട കാശാണ്. പക്ഷെ ഇന്നലെ തന്നെ നിങ്ങൾ മുഴുവൻ വിറ്റില്ലേ? ആ, പക്ഷേ എന്ത് അതിശയം നടന്നെന്ന് അറിയില്ല. വീണ്ടും നമ്മുടെ തോട്ടത്തിൽ പനങ്കായ മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. സന്തോഷം. ഇത് നിങ്ങളുടെ അച്ഛന്റെ ആശീർവാദമാണ്. ആ, പക്ഷെ ഇതുപോലുള്ള അതിശയങ്ങളൊക്കെ നടക്കാറില്ലല്ലോ. ചേട്ടൻ ചെയ്ത കാര്യം കൊണ്ടാണ് ഈ സ്ഥലമൊക്കെ നമുക്ക് കിട്ടിയത്. നമ്മുടെ അച്ഛനമ്മ നമ്മളെ കൈവിട്ടില്ല. എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, തീർച്ചയായും. അടുത്ത ദിവസവും അതേ അവസ്ഥയായിരുന്നു. എല്ലാ മരത്തിലും പനകങ്ങൾ നിറഞ്ഞു നിന്നു. സുമിത് പനങ്ങ മൊത്തം പറിച്ചിടും. എന്നിട്ട് വ്യാപാരിക്ക് ഫോൺ ചെയ്ത് കാശ് വാങ്ങിയിട്ട് കൊടുത്തയക്കും. ഇതെല്ലാം തന്നെ അമിത് നോക്കുകയായിരുന്നു. സുമിത്, ഇതൊക്കെ എന്താണ്? നീ ദിവസം എങ്ങനെയാണ് പനങ്കായകളൊക്കെ വിൽക്കുന്നത്? കാരണം ഈ പനങ്കായ മരമൊക്കെ മന്ത്രമരങ്ങളാണ്. ഞാൻ ദിവസവും പനങ്കായൊക്കെ പറിച്ചു വെക്കും. അടുത്ത ദിവസം വീണ്ടും വളർന്നു വരും. ഇതേപോലെ തന്നെയാണ് കുറെ ദിവസങ്ങളായിട്ട് ഇതുപോലെ നടക്കുന്നത്. ചേട്ടാ, നിങ്ങൾക്ക് ഇവിടെയുള്ള പനങ്കായ മരമൊക്കെ ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് എന്റെ ഭാഗത്തിലേക്ക് തന്നത്. അതുകൊണ്ടാണ് അച്ഛനമ്മ നിങ്ങളുടെ അടുത്ത തീരുമാനം ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്റെ ഭാഗത്തിൽ മാന്ത്രിക മരങ്ങളായിട്ട് വളർന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അമിത്തിന് താൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് അപമാനം തോന്നി. ഒരുപക്ഷെ ഇവൻ നേരായ രീതിയിൽ പങ്കുവച്ചിരുന്നെങ്കിൽ ഈ മാന്ത്രിക പനമരത്തിന്റെ പാതി ഇവനും കിട്ടുമായിരുന്നു. പക്ഷെ ഇവന്റെ സ്വാർത്ഥത കാരണം ഇപ്പോൾ ഉള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ദിവസവും പനങ്ങകൾ വിറ്റ് സുമിത്തിന് ഒരുപാട് കാശ് വന്നു. പിന്നെ അവൻ പുതിയൊരു വീടും സ്വന്തമായി വാങ്ങി. പക്ഷെ അമിത് അതേ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നു. അവന്റെ സ്വാർത്ഥതയ്ക്ക് കിട്ടിയ സമ്മാനമാണത്.